ലൈംഗിക പീഡന പരാതിയിലും മുകേഷ് എം എൽ എ പ്രതി ചേർത്തതിൽ ഇടതുമുന്നണിയിൽ രണ്ടു നിലപാട്. CPI നിലപാട് കടുപ്പിക്കുമ്പോൾ മറ്റു ഘടകകക്ഷികൾ പ്രതികരണത്തിന് പോലും തയ്യാറാകുന്നില്ല. നിലവിൽ പ്രതികരിക്കേണ്ടതില്ലെന്ന നിലപാടിലാണ് കേരള കോൺഗ്രസും. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ ചേരുകയാണ്. ടോബി, ഗുഡ് മോർണിംഗ്. ഈ കേരള കോൺഗ്രസ് എമ്മിന്റെ നിലപാട് എന്താണ്? എന്തുകൊണ്ട് തൽക്കാലം പ്രതികരിക്കുന്നില്ല എന്നൊരു നിലപാടിലേക്ക് അവർ പോകുന്നു എന്നൊരു ചോദ്യമില്ലേ? തീർച്ചയായിട്ടും അതൊരു വലിയ ചോദ്യം തന്നെയാണ്. ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മൾ നിരന്തരം ഇവരോട് ചോദിക്കുകയും വിശദീകരണമൊക്കെ അന്വേഷിച്ചിരുന്നു. ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണ്? ഒരു രാജി ആവശ്യപ്പെടുന്നുണ്ടോ, അതോ CPIയുടെ നിലപാട് പോലെ അല്ലെങ്കിൽ ഇപ്പോൾ CPM എടുത്ത പോലെ ഒരു നിലപാടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴൊന്നും തന്നെ പ്രതികരിക്കാൻ തയ്യാറായില്ല. ജോസ് കെ മാണിയോടും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളോടും എല്ലാം നമ്മൾ സംസാരിച്ചിരുന്നതാണ്. എന്നാൽ ഒരു പത്രക്കുറിപ്പ് പോലും ഇറക്കാൻ ഇവരാരും തയ്യാറായില്ല എന്നുള്ളതാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ടത്. സമാനമായ രീതിയിൽ തന്നെയാണ് മറ്റ് ഘടകകക്ഷികളും ഇത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല. ഇപ്പോൾ ബൃന്ദ കാരാട്ട് തന്നെ രാജി വേണമെന്നുള്ള ഒരു നിലപാടിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ നിലപാട് മാറ്റാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. എന്നിരുന്നാൽ പോലും ഇത്തരത്തിലുള്ള ഒരു പ്രതി ചേർക്കപ്പെട്ട് ഇത്രയും മണിക്കൂറായിട്ടും ഘടകകക്ഷികൾ എന്ന നിലയ്ക്ക് CPMനെതിരെ പറയാൻ അല്ലെങ്കിൽ M മുകേഷ് രാജിവെക്കണമെന്ന് പറയാൻ ഈ ഘടകകക്ഷി നേതാക്കൾ ആരും തന്നെ മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. എന്തായാലും അദ്ദേഹത്തിന്റെ രാജി സംബന്ധിച്ചുള്ള അതിന്റെ ഒരു രാജി വെക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലൊരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ കേരള കോൺഗ്രസ് എം അടക്കമുള്ള മറ്റ് പാർട്ടികൾ നടത്തുമോ, ഘടകകക്ഷികൾ നടത്തുമോ എന്നാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. CPI കടുത്ത നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. എന്നാൽ കേരള കോൺഗ്രസ് അത്തരത്തിലുള്ള ഒരു കടുത്ത നിലപാടിലേക്ക് പോകേണ്ട എന്നുള്ളത് തന്നെയാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നൊരു വാക്ക് മാത്രമാണ് നേതാക്കളുമായി സംസാരിക്കുമ്പോൾ നമുക്ക് ലഭിച്ചത്. അതായത് പരസ്യമായിട്ട് CPMനെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്താൻ കേരള കോൺഗ്രസ് എമ്മോ മറ്റ് ഘടകകക്ഷികളോ നിലവിൽ തയ്യാറായിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹാഷ്മി, ക്രിസ്റ്റീന. എന്തായാലും CPI പക്ഷേ അതിശക്തമായ ഭാഷയിൽ തന്നെ നിലപാട് വ്യക്തമാക്കുന്നത് ബിനോയ് വിശ്വം ഒന്ന് മയപ്പെടുത്തിയെങ്കിലും ആനിരാജ അടക്കമുള്ളവർ, പ്രകാശ് ബാബു അടക്കമുള്ളവർ നേർക്കുനേർ മന്ത്രിസ്ഥാനം ഒഴിയണം എന്ന് തന്നെ കൃത്യമായി പറഞ്ഞതാണ്. മറ്റു ഘടകകക്ഷികളൊന്നും അതിന് തയ്യാറാകുന്നുമില്ല. അതെ, എപ്പോഴും ഈ ജോസ് കെ മാണി പല വിഷയങ്ങളിലും പ്രതികരിക്കുന്ന ഒരു രീതിയുണ്ട്. ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം. പക്ഷേ ഇതിനങ്ങനെ ഉചിതമായ സമയമൊന്നുമില്ല. നിലപാട് പ്രഖ്യാപിക്കേണ്ട സമയം തന്നെയാണ്